ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ചെറിയ കുട്ടികളുടെ യൂണിഫോം ഷർട്ടിൻ്റെയൊക്കെ കോളർ സ്കെച്ച് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നും അതുപോലെ തന്നെ ആ ഒരു സ്കെച്ച് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ കുട്ടികളുടെ കോളർ സ്കെച്ച് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് നേരെ ഒരു ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് കറക്റ്റ് ലൈൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു വീതി വെക്കുന്നത് 1.5 പോയിൻറ്റും ഇങ്ങനെ കറക്റ്റ് രണ്ട് വശത്തും ഇതുപോലെ 1.5 പോയിൻറ്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി ഈ ഒരു മാർക്കുകളെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു. നമുക്ക് എത്രയാണോ അളവിൻ്റെ ആവശ്യം ആ ഒരു അളവിൽ നമ്മളിങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെ ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് അടിവശത്തേക്കൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1/4 ഇഞ്ച് മുകളിലേക്കും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇങ്ങനെ 1/4 ഇഞ്ച്, അതുപോലെ തന്നെ അടിവശത്തേക്കും 1/4 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു 2.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇങ്ങനെ 2.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി ഈ ഒരു മാർക്കിനെ ഇതുപോലെ രണ്ട് വശത്തേക്കും നമ്മൾ 1/4 ഇഞ്ച് ഇതുപോലെ താഴ്ത്തി ഇതുപോലെ വരുന്നു. അതിനുശേഷം നമുക്കൊരു ഇതുപോലുള്ളൊരു സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി നമുക്കിങ്ങനെ ഈ ഒരു മാർക്കിനെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വശവും നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ ഇതൊരു കോളറിൻ്റെ പോയിൻ്റ് എടുക്കുന്ന ഭാഗമാണിത്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന നെക്ക് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യാനുസരണം നമുക്കിങ്ങനെ മുന്നോട്ടേക്കും വേണ്ടെങ്കിൽ മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് വശം നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ നമുക്ക് ആവശ്യം അതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. നാം ഇത് ഒരു പോയിൻ്റ് മുന്നിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഈ ഒരു മാർക്കിനെ നമ്മൾ ഈ ഒരു നെക്ക് ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയാണ് ഫ്രണ്ട് ഒരു പോയിൻ്റ് ഷേപ്പ് മാത്രമാണ് കൂടുതൽ മുന്നിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ചും പോയിൻറ്റും ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ കറക്റ്റ് 1 ഇഞ്ചും പോയിൻറ്റും എല്ലാ സ്ഥലത്തും നമ്മളിവിടെ കറക്റ്റായി മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ വെക്കുന്നത് 1.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ കൂടെ നമ്മളിവിടെ 1.25 ഇഞ്ച് കറക്റ്റ് വെക്കുന്നു. ഇനി ഇവിടെ നമ്മൾ വെക്കുന്നത് 1 ഇഞ്ചാണ്. ഇങ്ങനെ 1 ഇഞ്ച് വെക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു മാർക്കിങ്ങിൻ്റെ നേരെ നമ്മൾ വെക്കുന്നത് 1 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ വെക്കുന്നത് 1.25 ഇഞ്ചാണ്. ഇനി ഇങ്ങനെ നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് നമുക്കിങ്ങനെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വശം നമുക്കിങ്ങനെ അല്പം മുകളിലേക്കായിട്ടാണ് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു കോണിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു നമുക്ക് സ്കെയിലിൻ്റെ ഈ ഒരു ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വരയാവുന്നതാണ്. 1/4 ഇഞ്ച് ഇത് നമ്മളിങ്ങനെ നേരെ കുത്തനെ വരഞ്ഞെടുക്കുന്നു. ഇവിടെ നമ്മൾ വെക്കുന്നത് 1/4 ഇഞ്ചാണ്. ഇനി നമ്മളിവിടെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കറക്റ്റ് ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നമുക്ക് ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെയും ഇങ്ങനെ നമ്മുടെ കോളറിൻ്റെ കോണുവശം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് വശം കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശം ഇതുപോലെ നമുക്ക്
ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റ് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെക്കും അതുപോലെ തന്നെ കോളറും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കെച്ച് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് അടുത്ത് ചെയ്യുന്നത്. നമ്മുടെ കോളർ കട്ട് ചെയ്യുന്ന ക്യാൻവാസിനെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് മടക്കിയെടുക്കുക. സെൻറ്റർ വശം ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കോളറിൻ്റെ വീതി, ഈ ഒരു കോളർ നമ്മൾ വെക്കുന്നത് ഒരു 13 ഇഞ്ച് കോളറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് നേർപകുതി 6.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇത് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 13-ന് നേർപകുതി 6.5-യിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ വരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വശം, ഈ ഒരു നെക്ക് ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വശവും ഇതുപോലെ തന്നെ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മളിത് ഒരു സ്റ്റാപ്ലർ പിന്ന് ഇതുപോലെ അടിച്ചുകൊണ്ടാണ് നമ്മുടെ ക്യാൻവാസ് തെന്നി മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഇതുപോലെ പിന്നടിച്ച് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു വശത്ത് നിന്നാണ് കട്ടിങ് തുടങ്ങേണ്ടത്. ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ തന്നെ കട്ടിങ് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് മുറിച്ചെടുക്കുവാൻ കഴിയും. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു വശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ കോളറിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ നെക്ക് പീസാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വശത്ത് നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. സെൻറ്റർ മടക്കിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. ഇങ്ങനെ കറക്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു പീസിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി നമ്മൾ നെക്ക് പീസിലാണ് ഈ ഒരു തുണി വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഈ ഒരു ഗ്യാപ്പ്, നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടിയുള്ള ഗ്യാപ്പ് ഇതുപോലെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.